ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് സ്ട്രോബെറി ലെമണേഡ്. നമുക്കിപ്പോഴും മാർക്കറ്റിൽ സ്ട്രോബെറീസൊക്കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ചൂടാണെങ്കിലും ഒക്കെ പതിയെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കുടിക്കാൻ അതുപോലെ ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്ട്രോബെറി ലെമണേഡ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഡ്രിങ്കിലോട്ട് നമ്മൾ മധുരത്തിനായിട്ട് ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര പക്ഷേ നമ്മൾ ചേർക്കുന്നത് ഷുഗർ സിറപ്പായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് അരക്കപ്പ് അളവിന് പഞ്ചസാര എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് അരക്കപ്പ് അളവിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഷുഗർ പെട്ടെന്ന് ഡിസോൾവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. നമ്മൾ സോസ് പാനിൽ പഞ്ചസാരയും അതുപോലെ വെള്ളവും വെച്ച് കൊടുത്ത ശേഷം സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് ഡിസോൾവായി കിട്ടിക്കോളും. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് ഡിസോൾവായി കിട്ടിയിട്ടുണ്ട്. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പേ തന്നെ വെള്ളം ചൂടായപ്പോൾ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ചൂടൊന്ന് മാറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സ്ട്രോബെറീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ചെറിയൊരു പാക്കറ്റിലെ സ്ട്രോബെറീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 230 ഗ്രാം വരും. പക്ഷേ നമ്മൾ ഈ കണ്ടെയ്നറും അതുപോലെ ലീവ്സൊക്കെ മാറ്റി കഴിയുമ്പോഴത്തേക്കും ഒരു 200 ഗ്രാം അളവിനുള്ളതുണ്ടാകും. ഏകദേശം ഒരു 15 ഈ ഒരു വലുപ്പത്തിലുള്ള സ്ട്രോബെറീസ് വേണം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം. സ്ട്രോബെറീസ് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 1/2 കപ്പ് വെള്ളത്തിൽ സ്ട്രോബെറീസ് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ബാക്കി 1 കപ്പ് കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ മിക്സി ജാറിൽ സ്ട്രോബെറിയും വെള്ളവും നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നതാണിത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ സ്ട്രോബെറി മിക്സിൽ ചെറിയ തരികളൊക്കെ ഉണ്ടാകും സ്ട്രോബെറിയുടെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജാറിനകത്തേക്ക് നമുക്ക് അരിപ്പ ഉപയോഗിച്ച് സ്ട്രോബെറി മിക്സ് ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ തയ്യാറാക്കിയ സ്ട്രോബെറി ഡ്രിങ്ക് മുഴുവനായിട്ട് അരിച്ച് ജാറിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ലൈം ജ്യൂസ് ചേർക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിന് ലൈം ജ്യൂസ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന ആ ഒരു ഷുഗർ സിറപ്പാണ്. അതിൻ്റെയൊക്കെ ചൂടൊക്കെ മാറിയ ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്ട്രോബെറി ലെമണേഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ചേർത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി ലെമണേഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ ഈ ഒരു സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഒരു സ്ട്രോബെറി ലെമണേഡ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്